കഴിഞ്ഞ ദിവസം ഒരു വായപോയ കോടാലിയുടെ പ്രഭാഷണം ചാനലിലെ ചർച്ച നിങ്ങളൊക്കെ കേട്ടതല്ലേ? മുസ്ലിംകൾ എല്ലാവരും വർഗീയവാദികളാണത്രേ. വർഗീയവാദിയല്ലാത്ത ഒരു മുസ്ലിമും ഇന്ത്യയിൽ ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഈ പറഞ്ഞവരല്ലേ ഏറ്റവും വലിയ വർഗീയവാദി? ഈ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വർഗീയവാദി ഇത്തരത്തിൽ സംസാരിച്ച, വായിൽ നിന്നും മലിനജലമൊഴുകുന്ന ഇവനല്ലാതെ പിന്നെ ആരാണ്? ആട്ടിൻകൂട്ടങ്ങളെ തമ്മിലടിപ്പിച്ച് ചോര കുടിക്കുന്ന ചെന്നായെ പോലെ ഈ മതമുള്ള മനുഷ്യരെ തമ്മിലടിപ്പിച്ചിട്ട് തങ്ങളുടെ അധികാര സ്ഥാനം ഉറപ്പാക്കുന്ന ഈ നികൃഷ്ട ജീവിയെ പോലെയുള്ള മനുഷ്യർ, ഇവരല്ലാതെ പിന്നെ ആരാണ് വർഗീയവാദികൾ? ഇസ്ലാമിൽ എവിടെയാണ് വർഗീയത? സ്വന്തം അയൽവാസി അതേത് മതക്കാരനാണെങ്കിലും അവൻ പട്ടിണി കിടക്കുമ്പോ നീ വയറ് നിറച്ച് ഭക്ഷിച്ചാൽ നീ യഥാർത്ഥ മുസൽമാനല്ലാന്ന് പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികളല്ലേ നമ്മൾ? എന്നിട്ട് നമ്മളെ വർഗീയവാദികളാക്കുക. എന്നിട്ട് പാകിസ്ഥാനിലേക്ക് പോകാനാ പറയണേ. ഇവന്റെ തറവാട് എവിടെയാണോ? പാകിസ്ഥാനിൽ. ഇടക്കിടക്ക് പാകിസ്ഥാനിലേക്ക് പോകാൻ പറയണമെങ്കിൽ അവിടെ നിനക്ക് തറവാടുണ്ടോ? നിന്റെ കുടുംബക്കാരെവിടെയാണോ? വിളിച്ചു കേൾക്കാനായിട്ട് പാകിസ്ഥാനിലേക്ക് പോകാം. നിങ്ങളുടെ അനുയായികൾ ബ്രിട്ടീഷുകാരന്റെ ചെരുപ്പ് നക്കി നടന്ന കാലത്ത് നെഞ്ചും മാറും കാണിച്ചു കൊടുത്തിട്ടുണ്ട് ബ്രിട്ടീഷുകാരന്റെ തോക്കിൻ കുടിലേക്ക് മുസ്ലിം ഉമ്മത്തിലെ ചുണക്കുട്ടികൾ. കുഞ്ഞാലി മുസ്ലിയാരെ പോലെ, മമ്പുറന്തങ്ങളെ പോലെ, വാരിയങ്കുന്നനെ പോലെ, ആലി മുസ്ലിയാരെ പോലെയുള്ള മഹത്തുക്കളുടെ അനുയായികൾ, അവരുടെ കുട്ടികളാണ് ഞങ്ങളെയാ നിങ്ങൾ രാജ്യസ്നേഹം പഠിപ്പിക്കാൻ വരുന്നേ? ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ നിനക്കൊന്നും നിലനിൽപ്പില്ല എന്ന് മനസ്സിലാക്കിയല്ലേ? വിട്ടുതരില്ല ഉമ്മത്ത്, വിട്ടുതരില്ല ഈ സമൂഹം. ഇന്ത്യ രാജ്യത്ത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞത് മുസ്ലിംകൾ മാത്രമല്ല, എല്ലാ മതസ്ഥരും ഒരുമിച്ചിരുന്ന് എഴുതിയതാണ് ഇന്ത്യയിലെ ഭരണഘടനയുടെ ആമുഖം തന്നെ. അതിന്റെ പ്രിയാമ്പിൾ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, ഞങ്ങൾ ഇന്ത്യൻ ജനത, ഞങ്ങൾ ഇന്ത്യൻ ജനത. ആ ഇന്ത്യൻ ജനതയെ ഭിന്നിപ്പിച്ച് ഭരിക്കാൻ ഒരുപാട് കാലം കഴിയുമെന്ന് കരുതണ്ടട്ടോ. ഇവനെതിരെ എന്തുകൊണ്ടാണ് കേസെടുക്കാത്തതെന്ന് ഇനിയും മനസ്സിലാകുന്നില്ല. നിങ്ങൾ എന്നെ കുറിച്ച് എന്ത് വിചാരിച്ചാലും കാര്യമില്ല. ഭരണകൂടങ്ങൾ RSSകാരന്റെ വാലാട്ടികളാകാൻ പാടില്ല. കേസെടുക്കണം, മാതൃകായോഗ്യമായ ശിക്ഷ കൊടുക്കാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യണം, ജയിലിലടക്കണം. ഇവനല്ലെങ്കിൽ പിന്നെ ആരാണ് തീവ്രവാദി ഈ ലോകത്ത്? ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗത്തെ വർഗീയവാദിയായി ചിത്രീകരിക്കുന്ന ഇവനല്ലെങ്കിൽ പിന്നെ ആരാണ് തീവ്രവാദി? ഈ തീവ്രവാദിയെ ജനങ്ങൾക്കിടയിലേക്ക് അഴിച്ചുവിടുകയും പ്രൊട്ടക്ഷൻ കൊടുക്കുകയും ചെയ്യുന്നവരാണോ നിങ്ങൾ? അങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത്. രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ഇവനെ പിടിച്ച് ജയിലിലടക്കണ്ടേ? ഈ പറഞ്ഞത് ഏതെങ്കിലും ഒരു മുസ്ലിം നാമധാരിയായിരുന്നെങ്കിൽ അവന്റെ വീട്ടിൽ ഏതൊക്കെ ഇന്റലിജൻസ് വിഭാഗം വന്നേനെ. എന്തേ ഈ ഒരു വേർതിരിവ് കാണിക്കുന്നത് ഭരണകൂടങ്ങൾ? ഒരിക്കലും ചെയ്യാൻ പാടില്ലല്ലോ. ശക്തമായ നിയമ നടപടി ഈ വർഗീയവാദിക്കെതിരെ സ്വീകരിക്കുക തന്നെ വേണം.